ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ഒരു ഇന്ത്യൻ ചിത്രം ശ്രദ്ധേയമാവുകയാണ്. ക്രൗഡ് ഫണ്ടിംഗ് പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച ചിത്രത്തിന് ഏകദേശം 5 ലക്ഷത്തോളം നിർമ്മാതാക്കൾ ഉണ്ടെന്ന് പറയേണ്ടി വരും. ഇത്രയധികം പേരിൽ നിന്ന് പണം സമാഹരിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച സിനിമയാണിത്. 3 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായാണ് ഇന്ത്യൻ സിനിമകൾ കാൻ മേളയിൽ പ്രദർശനത്തിനെത്തുന്നത്. അതിലൊന്നാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. 48 വർഷം മുമ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത മന്ദൻ എന്ന സിനിമയാണിത്. ഈ സിനിമ വ്യത്യസ്തമാകാൻ കാരണമുണ്ട്. ശ്യാം ബെനഗലിന്റെ മന്ദൻ 1976 പുറത്തിറങ്ങിയത്. ഇന്ത്യയിലെ ക്ഷീരവിപ്ലവമാണ് സിനിമ പറയുന്നത്. വെള്ളിയാഴ്ച കാനിലെ ബുനുവൽ തിയേറ്ററിൽ നടന്ന പ്രദർശനത്തിൽ ചിത്രത്തിലെ താരങ്ങളിൽ ഒരാളായ നസറുദ്ദീൻ ഷാ, ഭാര്യ രത്ന പഥക് ഷാ എന്നിവർ പങ്കെടുത്തിരുന്നു. സിനിമയുടെ കഥയ്ക്ക് പ്രചോദനമായ വർഗീസ് കുര്യന്റെ പെൺമക്കളും കാൻ പ്രദർശന വേദിയിലെത്തി. ഗിരീഷ് കർണാട്, കുൽഭൂഷൺ ഖർബന്ദ, മോഹൻ അഗാഷെ എന്നിവരോടൊപ്പം സ്മിതയും നസീറും അഭിനയിച്ച മന്ദൻ ചെറിയ ബജറ്റിലെ ചിത്രമായിരുന്നു. ഇത് പ്രതീക്ഷിച്ചതിലും വലിയ വിജയമായി മാറുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യ ക്രൗഡ് ഫണ്ടിംഗ് ചിത്രമാണ് മന്ദൻ എന്നാണ് റിപ്പോർട്ടുകൾ. ശ്യാം ബെനഗലിന് പടത്തിന് ആവശ്യമായ പണം സ്വരൂപിക്കാൻ കഴിയില്ലായിരുന്നു എന്നതിനാൽ പൊതുജനങ്ങളിൽ നിന്നും ക്ഷീര കർഷകരിൽ നിന്നും പണം സമാഹരിക്കുകയായിരുന്നു. പല നിർമ്മാതാക്കളും ധനകാര്യ സ്ഥാപനങ്ങളും സിനിമാ നിർമ്മാണത്തിന് പണം നൽകാൻ വിസമ്മതിച്ചിരുന്നു. ക്ഷീരവിപ്ലവം പോലുള്ള ഒരു വിഷയമാണ് പ്രമേയം എന്നതിനാൽ കച്ചവട സാധ്യതകൾ പോലും ചോദ്യം ചെയ്യപ്പെട്ടു. അവസാനം ഇന്ത്യയിലെമ്പാടുമുള്ള ക്ഷീര കർഷകർ ചിത്രത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ തയ്യാറായി രംഗത്ത് വന്നു. 5 ലക്ഷം കർഷകർ സിനിമയുടെ ബജറ്റിനായി 2 രൂപ വീതം അന്ന് സംഭാവന ചെയ്തു. മൊത്തം 10 ലക്ഷം രൂപ സമാഹരിച്ചെടുത്ത സിനിമയാകട്ടെ വലിയ വിജയവുമായി. സിനിമയുടെ ടോട്ടൽ നിർമ്മാണ ചെലവ് ഏകദേശം 12 ലക്ഷം രൂപ മാത്രമാണ്. ഈ സിനിമയുടെ വിജയത്തിന് മറ്റൊരു വിജയവുമായി കൂടി ബന്ധമുണ്ട്. അമൂൽ എന്ന ബ്രാൻഡിനെ ജനകീയമാക്കുന്നതിൽ ചിത്രത്തിന്റെ വിജയവും നിർണായകമായിരുന്നു. പ്രാദേശിക ബ്രാൻഡ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാകാൻ ഈ ഒറ്റ സിനിമ കാരണമായി.